ജംഗിൾ ബുക്ക് ഭാഗം 6. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിരപരാധിയായ കാട്ടിലെ നിയമമനുസരിച്ച് സംഘത്തിൽ ചേർന്ന ഒരു സഹോദരനെ കൊന്നു എന്ന നാണക്കേട് നിങ്ങൾക്ക് ഒഴിവാക്കാം. അഖേല വീണ്ടും പറഞ്ഞു. ഇവനൊരു മനുഷ്യനാണ്. മനുഷ്യൻ മനുഷ്യൻ ചെന്നായ്ക്കൂട്ടം മുരണ്ടു. അപ്പോഴേക്ക് ഷേർഖാൻ വാലു ചുഴറ്റാൻ തുടങ്ങി. ചെന്നായ്ക്കളിൽ ഭൂരിഭാഗവും അവൻ്റെ ചുറ്റും കൂടി. ഇനി നീ മുന്നോട്ടിറങ്ങിയേ പറ്റൂ, ബഗീര മൗഗ്ലിയോട് പറഞ്ഞു. യുദ്ധം ചെയ്യാതെ നിവർത്തിയില്ല. കയ്യിൽ തീച്ചട്ടിയുമായി മൗഗ്ലി എണീറ്റു. എന്നിട്ട് ചെന്നായ്ക്കൂട്ടത്തെ നോക്കി മൂരി നിവർന്ന് കോട്ടുവായിട്ടു. സങ്കടവും ദേഷ്യവും കൊണ്ട് അവൻ വീർപ്പുമുട്ടി. കൂട്ടത്തിലുള്ളവർക്ക് തന്നോടിത്ര വെറുപ്പാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അവൻ ഉറക്കെ പറഞ്ഞു. ഈ നായയുടെ മോങ്ങലിന് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു മനുഷ്യനാണെന്ന് ഈ രാത്രി പലവരും നിങ്ങൾ പറഞ്ഞു കേട്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇനിമേൽ നിങ്ങൾ എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാം. മറ്റു മനുഷ്യരെ പോലെ ഞാനും നിങ്ങളെ നായ്ക്കളെന്ന് വിളിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും സ്വയം നിശ്ചയിച്ചാൽ പോരാ, ഞാനാണിത് നിശ്ചയിക്കേണ്ടത്. നിങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ മനുഷ്യനായ എനിക്ക് കഴിയും. നായ്ക്കളെ, നിങ്ങളിത് കണ്ടോ? നിങ്ങൾ ഭയപ്പെടുന്ന ചുവന്ന പൂവ് കണ്ടോ? കയ്യിലിരുന്ന തീച്ചട്ടി അവൻ നിലത്തെറിഞ്ഞു. തീക്കനലുകളിൽ ചിലത് ഉണങ്ങിയ പുല്ലിൻ്റെ മുകളിലാണ് ചെന്ന് വീണത്. തീ പടർന്നു പിടിച്ചത് കണ്ട് ഭയചകിതരായ സഭാവാസികൾ പിന്നിലേക്ക് മാറി. മൗഗ്ലി ഉണങ്ങിയ ചുള്ളിക്കമ്പ് തീയിൽ കാണിച്ചു. ചുള്ളിക്കമ്പിൽ പെട്ടെന്ന് തീ പിടിച്ചു. കത്തിക്കൊണ്ടിരുന്ന ചുള്ളിക്കമ്പ് തലയ്ക്ക് മുകളിൽ ചുഴറ്റിക്കൊണ്ട് പേടിച്ചരണ്ട ചെന്നായ്ക്കളെ നേരിട്ടു. നീ തന്നെയാണ് നേതാവ്, അടക്കിയ സ്വരത്തിൽ ബഗീര പറഞ്ഞു. അഖേലയെ രക്ഷിക്കണം. അവൻ എന്നും നിന്റെ സ്നേഹിതനായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ദയയ്ക്ക് വേണ്ടി യാചിച്ചിട്ടില്ലാത്ത അഖേല എന്ന വൃദ്ധ ചെന്നായ, ചുമലറ്റം വളർന്ന കറുത്തിരുണ്ട തലമുടിയുള്ള, കയ്യിൽ എരിയുന്ന മരക്കൊമ്പുമായി നിന്ന മൗഗ്ലി എന്ന മനുഷ്യക്കുട്ടിക്ക് നേരെ യാചനാഭാവത്തിൽ നോക്കി. തീജ്വാലയുടെ ചലനത്തിനൊപ്പിച്ച് നിഴലുകൾ നൃത്തം ചവിട്ടി. സാവധാനം നാലുപാടും നോക്കിയിട്ട് മൗഗ്ലി പറഞ്ഞു. കൊള്ളാം, നിങ്ങൾ വെറും നായ്ക്കൾ തന്നെ, സംശയമില്ല. ഞാൻ എൻ്റെ സ്വന്തം ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. ഈ കാട്ടിൽ എനിക്ക് ഇടമില്ല. നിങ്ങളുമായുള്ള കൂട്ടുകെട്ടും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഞാൻ മറക്കുന്നു. നിങ്ങൾ എന്നോട് ദയ കാണിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളോട് ദയ കാണിക്കാം. ഇന്നലെ വരെ നമ്മൾ ഒരേ വയറ്റിൽ പിറക്കാത്ത സഹോദരങ്ങളായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ നിങ്ങൾ എന്നെ വഞ്ചിച്ചതുപോലെ ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയില്ല. കാലുകൊണ്ട് അവൻ തീക്കനലുകളെ തട്ടിത്തെറിപ്പിച്ചു. നാലുപാടും അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറി. ഞങ്ങളാരും ഒരിക്കലും ഈ സംഘവുമായി ഏറ്റുമുട്ടാൻ വരില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കടം വീട്ടാനുണ്ട്. തീജ്വാലകളെ നോക്കി വിഡ്ഢിയെപ്പോലെ മിഴിച്ചിരുന്ന ഷേർഖാന്റെ അടുത്തേക്ക് മൗഗ്ലി നടന്നു ചെന്നു. അവന്റെ താടി രോമങ്ങളിൽ കടന്നു പിടിച്ചു. കുഴപ്പമുണ്ടാകുമെന്ന് പേടിച്ച ബഗീര പിന്നാലെ ചെന്നു. എണീക്കട നായേ, മൗഗ്ലി ഗർജിച്ചു. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ എണീറ്റ് നിന്ന് മര്യാദ കാണിക്ക്, ഇല്ലെങ്കിൽ നിന്റെ പുറം ഞാൻ കരിച്ചു കളയും. ഷേർഖാൻ ചെവികൾ പിന്നിലേക്ക് മടക്കി തല താഴ്ത്തി കണ്ണുകൾ അടച്ചു. തീക്കൊള്ളികൾ അത്ര അടുത്തായിരുന്നു അവൻ്റെ. അതുകൊണ്ട് അവൻ ഉള്ളിൽ വളരെയേറെ പേടിച്ചിരുന്നു. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ കൊല്ലാനൊക്കാത്തത് കൊണ്ട് ഇപ്പോൾ എന്നെ കൊല്ലുമെന്നാണ് ഈ മാടുതീനി പറയുന്നത്. പക്ഷേ ഞങ്ങൾ പുരുഷന്മാർ നായ്ക്കളെ ഇങ്ങനെയാണ് തല്ലുന്നത്. മുടന്ത, അനങ്ങിപ്പോയാൽ നിന്റെ തൊണ്ടയ്ക്കകത്ത് തീക്കൊള്ളി ഞാൻ കുത്തിക്കയറ്റും. മൗഗ്ലി ഒരു മരക്കൊമ്പ് കൊണ്ട് ഷേർഖാന്റെ തലയിലടിച്ചു. കടുവ ഭയന്ന് വിറച്ച് ഒരു ദീനരോദനം പുറപ്പെടുവിച്ചു. ഭാ, കാലുവെന്ത ഒരു കാട്ടുപൂച്ച വന്നിരിക്കുന്നു. പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. നിന്റെ തൊലി ഉരിച്ചെടുത്തുകൊണ്ടായിരിക്കും ഇനി ഞാൻ ഈ പാർപ്പുറത്ത് വരുന്നത്. അഖേലയ്ക്ക് ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും പോകാം. നിങ്ങളാരും അവനെ തൊട്ടുപോകരുത്. ഇതെൻ്റെ ആജ്ഞയാണ്. ഇനി നിങ്ങളാരും വലിയ പ്രമാണിമാരായി നാക്കും നീട്ടി ഇവിടെ ഇരിക്കേണ്ട. നായ്ക്കളെ പോലെ ഞാൻ നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു. വേഗം പൊയ്ക്കോ. മൗഗ്ലിയുടെ കയ്യിലിരുന്ന ചുള്ളിക്കമ്പ് ആളിക്കത്തി. അവനത് നാലു വശത്തും ആഞ്ഞു വീശിയപ്പോൾ തീപ്പൊരി തെറിച്ചു വീണ് ചില ചെന്നായ്ക്കളുടെ രോമം കരിഞ്ഞു. അവ മോങ്ങിക്കൊണ്ട് ഓടിപ്പോയി. അഖേലയും ബഗീരയും മൗഗ്ലിയുടെ ഉറ്റ തോഴരായ 10ഓളം ചെന്നായ്ക്കളും മാത്രം അവശേഷിച്ചു.
അപ്പോൾ മൗഗ്ലിയുടെ മനസ്സിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു വേദന അനുഭവപ്പെട്ടു. അവൻ ശ്വാസമടക്കി വിങ്ങിക്കരഞ്ഞു. കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. എന്താണിത്, എന്താണിത്? അവൻ അമ്പരന്നു. എനിക്ക് ഈ കാട്ടിൽ നിന്ന് പോകേണ്ട. എന്താണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മരിക്കുകയാണോ ബഗീര? അല്ല എൻ്റെ കുഞ്ഞനിയ, ഇത് കണ്ണീരാണ്. മനുഷ്യരെ പോലെ നീ കരയുകയാണ്. നീ ഇപ്പോൾ മനുഷ്യക്കുട്ടിയല്ല, ഒരു മനുഷ്യൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നിനക്ക് കാട്ടിൽ പ്രവേശനമില്ല. അത് കണ്ണീരാണ് മൗഗ്ലി, പുറത്തേക്ക് ഒഴുകിക്കോട്ടെ. മൗഗ്ലി അവിടെ ഇരുന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം ഹൃദയം പൊട്ടുമാറി കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഇനി ഞാൻ മനുഷ്യരുടെ അടുത്തേക്ക് പോകും. അതിനു മുമ്പ് എൻ്റെ അമ്മയോട് യാത്ര പറയണം. അച്ഛൻ ചെന്നായോടൊപ്പം അമ്മ താമസിച്ചിരുന്ന ഗുഹയിലേക്ക് അവൻ ചെന്നു. അവരുടെ പുറത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 4 ചെന്നായ്ക്കുട്ടികളും ദയനീയമായി ഓരിയിട്ടു. നിങ്ങളാരും എന്നെ മറക്കുകയില്ലല്ലോ അല്ലേ? മൗഗ്ലി ചോദിച്ചു. കാട്ടിൽ മണം പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതുവരെ ഞങ്ങൾ മറക്കൂല, കുട്ടികൾ പറഞ്ഞു. മനുഷ്യരുടെ കൂട്ടത്തിൽ കഴിയുമ്പോഴും കുന്നിൻ ചുവട്ടിൽ വരണം. ഞങ്ങൾ നിന്നോട് സംസാരിക്കാം. രാത്രി നിന്നോടൊപ്പം കളിക്കാൻ ഞങ്ങൾ പാടത്ത് വരാം. പോയിട്ട് വേഗം വരൂ, അച്ഛൻ ചെന്നായ പറഞ്ഞു. ബുദ്ധിമാനായ ചിന്നത്തവളെ, പോയിട്ട് വേഗം വരൂ. ഞങ്ങൾ നിന്റെ അമ്മയും ഞാനും വയസ്സായിരിക്കുകയാണ്. വേഗം വരൂ എൻ്റെ കൊച്ചു മകനെ, അമ്മ ചെന്നായ പറഞ്ഞു. മനുഷ്യക്കുട്ടിയായ നിന്നെ എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ ഞാൻ സ്നേഹിച്ചു പോയി. തീർച്ചയായും ഞാൻ വരും, മൗഗ്ലി ആണയിട്ടു. സഭ കൂടുന്ന പാറപ്പുറത്ത് ഷേർഖാന്റെ തുകൽ വിരിക്കാൻ ഞാൻ വരും. എന്നെ മറക്കരുതേ, എന്നെ മറക്കരുതെന്ന് കാട്ടിലുള്ളവരോട് പറയണേ. മനുഷ്യരെന്ന് വിളിക്കുന്ന വിചിത്ര ജീവികളുടെ കൂട്ടത്തിൽ ചേരാൻ മൗഗ്ലി കുന്നിറങ്ങിപ്പോയപ്പോൾ പ്രഭാതം പൊട്ടിവിടരാൻ തുടങ്ങിയിരുന്നു. കുറെ മുമ്പ് നടന്ന സംഭവമാണ്. സിയോണിലെ ചെന്നായ് കൂട്ടത്തിൽ നിന്ന് മൗഗ്ലി പുറത്താക്കപ്പെടും മുമ്പ് ഷേർഖാൻ എന്ന കടുവയോട് അവൻ പകരം വീട്ടുന്നതിനു മുമ്പ് ബാലു അവനെ കാട്ടിലെ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്ന കാലം. സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയെ കിട്ടിയതിൽ ഗൗരവക്കാരനും പൊണ്ണത്തടിയനുമായ ആ ചെമ്പൻ കരടിക്ക് വലിയ സന്തോഷമായിരുന്നു. ചെന്നായ് കുട്ടികളാണെങ്കിൽ സ്വന്തം സംഘത്തെയും വർഗത്തെയും ബാധിക്കുന്ന നിയമങ്ങൾ മാത്രമേ പഠിക്കൂ. ഒച്ചയുണ്ടാക്കാത്ത പദങ്ങൾ, ഇരുട്ടിലും കാണുന്ന കണ്ണുകൾ, മാളത്തിലിരുന്നാലും കാറ്റിൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന കാതുകൾ, മൂർച്ചയുള്ള വെളുത്ത പല്ലുകൾ, ഇത്രയുമാണ് തബാക്കി എന്ന കുറുക്കനും ഞങ്ങളെല്ലാം വെറുക്കുന്ന കഴുതപ്പുലിയും ഒഴികെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന നായാട്ടുപാട്ട് മനഃപ്പാടമായാലുടൻ അവർ പഠിത്തം മതിയാക്കി ഓടിക്കളയും. പക്ഷേ മനുഷ്യക്കുട്ടിയായ മൗഗ്ലിക്ക് ഇത്രയും പോരാ, വളരെ കൂടുതൽ പഠിക്കാനുണ്ട്. കറമ്പൻ പുള്ളിപ്പുലി ചിലപ്പോൾ കാട്ടിലൂടെ മെല്ലെ നടന്ന് തൻ്റെ വളർത്തുപുത്രൻ്റെ പഠിത്തത്തിൻ്റെ പുരോഗതി നിരീക്ഷിക്കാനെത്തും. മൗഗ്ലി അന്നു പഠിച്ച പാഠം ഗുരുനാഥനെ ചൊല്ലിക്കേൾപ്പിക്കുന്നത് ഏതെങ്കിലും മരത്തിൽ ചാരി നിന്ന് കേട്ട് രസിക്കും. മൗഗ്ലി ഏതു മരത്തിലും അനായാസമായി ചാടിക്കയറും. അതേ വേഗത്തിൽ വെള്ളത്തിൽ നീന്തും. അതിനേക്കാൾ വേഗത്തിൽ ഓടുകയും ചെയ്യും. അതുകൊണ്ട് കാട്ടിലെ നിയമങ്ങൾ പഠിപ്പിച്ച ബാലു മരങ്ങളുടെയും ജലത്തിൻ്റെയും നിയമങ്ങൾ കൂടി അവനെ പഠിപ്പിച്ചു. കേടുവന്ന വൃക്ഷക്കൊമ്പ് തിരിച്ചറിയുന്നതെങ്ങനെ, 50 അടി മുകളിൽ കൂടുകെട്ടിയിട്ടുള്ള കാട്ടുതേനീച്ചകളോട് കുശലപ്രശ്നം നടത്തുന്നതെങ്ങനെ, പകൽ സമയത്ത് മരക്കൊമ്പിൽ ഉറങ്ങിക്കിടക്കുന്ന മാങ് എന്ന വവ്വാലിനെ ശല്യപ്പെടുത്തിയാൽ ക്ഷമാപണം നടത്തേണ്ട വിധം, കുളത്തിൽ നീന്താൻ ഇറങ്ങുന്നതിന് മുമ്പ് അതിലുള്ള നീർക്കോലികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട രീതി മുതലായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. കാട്ടിൽ കഴിയുന്നവർ സ്വൈര ജീവിതം ഇഷ്ടപ്പെടുന്നു. അതിക്രമിച്ച് കിടക്കുന്നവരെ അവർ വെറുതെ വിടില്ല. സ്വന്തം അധികാരപരിധിക്ക് പുറത്ത് നായാട്ടിന് പോകുമ്പോൾ പറയേണ്ട അടയാളവാക്യവും മൗഗ്ലിയെ പഠിപ്പിച്ചു. ഇവിടെ വേട്ടയാടാൻ എന്നെ അനുവദിക്കണം, എനിക്ക് വിശക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു വാചകമാണ്. ആഹാരത്തിന് വേണ്ടിയാകാം, വിനോദത്തിന് വേണ്ടി പാടില്ല എന്ന മറുപടി കിട്ടുന്നതുവരെ ഉറക്കെ അടയാളവാക്യം ഉച്ചരിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് മൗഗ്ലിക്ക് കാണാതെ പഠിക്കേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പാവം, ഓരോന്നും 100 തവണ വീതം ഉരുവിട്ട് തളർന്നുപോയി. ഒരിക്കൽ ബാലുവിന് ദേഷ്യം വന്നപ്പോൾ ശിഷ്യന്റെ മണ്ടക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തു. മൗഗ്ലി ദേഷ്യപ്പെട്ട് ഇറങ്ങിയോടി.